ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മസ്കറ്റിലേക്ക് പോകുകയാണ്. മസ്കറ്റിലേക്ക് കുടുംബമായിട്ട് പോവുകയാണ്. ബുരൈമിന്ന് മസ്കറ്റ് ഒരു യാത്ര. കൊച്ചിന് അവധിയൊക്കെ ഇട്ടു. അപ്പോൾ വൈഫിന് ലീവാണ്. അപ്പോൾ ഞങ്ങളിതേ മസ്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എവിടെയാണ്? ഇതിപ്പോൾ ഫലജ് കേട്ടോ. ഫലജ് കഴിഞ്ഞ് നമ്മുടെ സോഹാറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സോഹാറിയിൽ നിന്ന് നേരെ കുറേ കിടപ്പുണ്ട്. 256 കിലോമീറ്ററാണ് നമുക്ക് പോകേണ്ടത്. ഉണ്ടോ ഇതല്ലേ ഡേറ്റ്സിൻ്റെ ഇതല്ലേ? ഡേറ്റ്സ് മരങ്ങൾ വളരെ മനോഹരമായ വഴികളാണ്, വീതികളാണ്. ഫലജ് കഴിഞ്ഞ് സൊഹാറായി കഴിയുമ്പോൾ തൊട്ട് നല്ല രസമാണ് കാണാൻ, അല്ലേ? നല്ല ഭംഗിയില്ലേ? നല്ല രസമുണ്ടല്ലേ? റോഡിൻ്റെ രണ്ട് സൈഡ് റോഡ് കണ്ടോ? നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ആയിരിക്കും റോഡ്. കണ്ടോ റോഡ് കണ്ടോ? നമ്മളിപ്പോൾ ഞാനിപ്പോൾ ലെഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് ഫാസ്റ്റ് ട്രാക്ക് കീപ്പ് ചെയ്താൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വലത്തെ സൈഡിലെല്ലാം വണ്ടി പറന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ 100ന് മേളിൽ ഇരിക്കണം വണ്ടി. എല്ലാവരും നല്ല റൂൾസ് ഫോളോ ചെയ്താൽ പോകുന്നത്. അത് ഇതുപോലൊരു ട്രാഫിക് റൂൾസും റോഡും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ വളരെ മനോഹരമായിരുന്നേനെ. ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. ക്യാമറാമാൻ നല്ലതായിട്ട് പിടിച്ചോ. ക്യാമറ പോകുമ്പോൾ നല്ലതായിട്ട് പിടിച്ചോ കേട്ടോ. എല്ലാം നല്ല ഫോക്കസൊക്കെ ചെയ്തു. എനിക്ക് അങ്ങോട്ട് നോക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ നേരെ വണ്ടി നോക്കി പോവാണ്. കാഴ്ചകളൊക്കെ ഞാൻ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ എല്ലാം പിടിച്ചോണം. ഇത് കണ്ടോ, റോഡിൻ്റെ രണ്ട് സൈഡിൽ എത്ര മനോഹരമായ വൃക്ഷങ്ങൾ നട്ടുവെച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ പച്ചപ്പുണ്ട് കേട്ടോ. ക്രൗണി പ്ലാസയാണല്ലോ അപ്പുറത്ത് കാണുന്നത്. കണ്ടോ ലെഫ്റ്റ് സൈഡിൽ ക്രൗണി പ്ലാസ. ഇതുകൊണ്ട് എടുത്തോ, ലെഫ്റ്റ് സൈഡിലൊക്കെ ഉണ്ട്. ക്രൗൺ പ്ലാസയാണ് ഇവിടുത്തെ. നമ്മൾ ഫലജായി. ഇവിടെ എല്ലാം മരങ്ങളല്ലോ. കണ്ടോ സോഹാർ പോകുന്നിടത്തെല്ലാം മരങ്ങളുണ്ട്. നല്ല രസമാണ്, നല്ല പച്ചപ്പും. നമ്മുടെ ആ ബുരൈമി സൈഡും നമ്മുടെ ബുരൈമിയിലുണ്ട്. വാദിയൽ ജിസിലാണ് വളരെ ഇടയ്ക്ക് ബുരൈമി മുതൽ ഫലജ് വരെയുള്ള വഴികളിലാണ് ഇല്ലാത്തത്, ഇടവഴിയിലാണ് ഇല്ലാത്തത്. നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊള്ളാൻ താണ്ട് ഇവിടെ കണ്ടോ. ഇവിടെ എനിക്ക് എന്തോ പനയല്ലേ? ഈന്തപ്പഴാണോ? അല്ലല്ല, മറ്റു മരങ്ങളാണ്. മറ്റുള്ള മരങ്ങളല്ലേ? ഉണ്ടോ കുറേ ബിൽഡിംഗ് ഉണ്ടോ? നല്ല രസമുണ്ട്. ഇതൊക്കെ എനിക്ക് ആണ്ട് ഓഫീസോ കാര്യങ്ങളാണ്ട് തോന്നും. ഇതായാലും കൊള്ളാം. ഇപ്പം നമ്മൾ ഏകദേശം സോഹാറും കഴിഞ്ഞ് റാഡിസൺ സിറ്റി സെൻറ്റർ കണ്ടോ? റൈറ്റ് സൈഡിൽ കണ്ടോ സിറ്റി സെൻറ്റർ കണ്ടോ? നമ്മുടെ സോഹാറിലെ സിറ്റി സെൻറ്റർ. നമ്മളിവിടെ അല്ലായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത് സിറ്റി സെൻറ്റർ. നേരെ മസ്കറ്റ് നമുക്ക് നേരെ കേട്ടോ. നമ്മളെയാലും എക്സ്പ്രസ് ഹൈവേ പിടിക്കാതെ ഇതിങ്ങനെ കണ്ട് എഴുതുന്നുണ്ട്. രസമുണ്ട് അല്ലേ? എക്സ്പ്രസ് ഹൈവേയിലാണെങ്കിൽ ഈ കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ. നേരെ 4 വരിപ്പാതയാണ്. 4 വരിപ്പാത കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം 100 വേണ്ട. നമ്മുടെ റിയാൽ സെൻറ്ററോ അതും കഴിഞ്ഞു നേരെ പോയിക്കൊണ്ടിരിക്കുക. കൊള്ളാം, അടിപൊളി. അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഒമാനിലെ വ്യൂ. ഇത് കണ്ടോ അപ്പോൾ എന്തൊരു ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ഒക്കെ ആണെന്ന്. കൊള്ളാം. അമ്മയും മോളൂടെ കണ്ടോ? എനിക്ക് കാണാൻ പറ്റത്തില്ല, കാരണം ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ മോളെ? നമുക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ. അടിപൊളിയല്ലേ? ഇവിടെ നമ്മളിപ്പോൾ എവിടെയായി? ഇതിപ്പോൾ നമ്മള് സോഹാർ മെയിൻ സിറ്റി മെയിൻ ടൗണിലേക്ക് കയറി. ഇത് ഫുള്ള് സോഹാറ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗായ്സ് നമ്മൾ ഏകദേശം സോഹാർ കഴിഞ്ഞ് പോവാറായി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ മസ്കറ്റ് ട്രിപ്പിൽ പോകുന്നതിൻ്റെ വഴിക്ക് സോഹാർ ഏകദേശം കഴിയാറായി. അപ്പോൾ സോഹാറിലെ ട്രിപ്പ് സോഹാറിൽ ഈ സിറ്റിയിലെ ആ ഒരു നേച്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ അപ്പ? യെസ്. ഇനി നേരെ നമ്മൾ മസ്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയുണ്ട്. നിയർ അബൌട്ട് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാമോ ജോബിനേക്ക്? 250. മാർക്ക് ആൻഡ് സേവ് ഉണ്ടോ? മാർക്ക് ആൻഡ് സേവ്. ഇതാണ് നമ്മുടെ സോഹാറിലെ മാർക്ക് ആൻഡ് സേവ്. നമ്മൾ ഇവിടം വരെയൊക്കെ വന്നിട്ടുള്ളൂ, വേറെ അങ്ങോട്ട് അങ്ങനെ നമ്മൾ വന്നിട്ടൊന്നുമില്ല. നമ്മൾ ഈ പാലത്തിൻ്റെ ഇപ്പുറത്താണല്ലോ ഒന്നാണ്ട് സഫീർ മാള് ലെഫ്റ്റ് സൈഡിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന സഫീർ മാളാണ് ഇത്. ഉണ്ടോ? ഇതാ ഹൈ ബ്രിഡ്ജ്. ഇതിന് തൊട്ടിപ്പുറത്താണ് കൊണ്ടോണേ. നമ്മളിനി അടുത്ത തവണ സഫീർ മാൾ വരുമ്പോഴത്തേന് ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് ഇവിടുന്ന് ലെഫ്റ്റ് കയറിയാണ് നമ്മൾ സഫീർ മാളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ അപ്പുറത്താണ് ബാദർ അൽസമ ഹോസ്പിറ്റൽ. നമ്മളത് നീതുവിനെ കാണാൻ പോയില്ലേ? ഇനിയും കണ്ടോ ഇവിടെയൊക്കെ നല്ല തണലുണ്ട് കേട്ടോ. നല്ല തണലാണ്, നല്ല പച്ചപ്പും നല്ലൊരു ഇതാണ് കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം താണ്ട് ഇനി കുറച്ചുകൂടെ പോകണം. ഒരു 10-15 കിലോമീറ്റർ. റൈറ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട്. ഇവിടെ കയറണ്ട അല്ലേ? റാഡിസൺസ് ബ്ലൂ ബോർഡ് കണ്ടു. വേണ്ട ലെഫ്റ്റ് സൈഡിൽ ചൈന മാർക്കറ്റ്. സിറ്റിക്കുള്ളിൽ തന്നെയാണ് നമ്മൾ സോഹാറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോഹാർ ചെന്ന് ഇനി അവിടെ ഫ്ലൈഓവർ കഴിയണം. ഫ്ലൈഓവർ കഴിഞ്ഞാൽ നേരെ സ്ട്രെയിറ്റ് പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ലുലുവിൻ്റെ ഒക്കെ അവിടുത്തെ സിഗ്നലിൻ്റെ മേളിൽ കൂടെയുള്ള ഫ്ലൈഓവർ നമ്മൾ നേരെ പോവുക. നമ്മൾ താഴോട്ട് പോകത്തില്ല. ഈന്തപ്പഴം ഉണ്ടോ? കുറേ ഇതുണ്ടാക്കിയിട്ടുണ്ട്.
വലത്തോട്ട് പോകുന്ന വഴിയുണ്ട്, അതാണ് നമ്മൾ സിഗ്നലിൽ അങ്ങോട്ട് പോകുന്നത്. ഉണ്ടോ, നമ്മളിപ്പോൾ നേരെ ഈ ഫ്ലൈ ഓവറിൻ്റെ മണ്ടേ കൂടെ നേരെ പോകും. അതുകൊണ്ട് റൈറ്റ് സൈഡിൽ നോക്കിയാൽ മതി, ബിൽഡിങ്ങുകളും നമ്മുടെ ലുലുവും നെസ്റ്റും ഒക്കെ കാണാം. നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ മണ്ടയ്ക്ക് നേരെ സ്ട്രെയിറ്റ് താഴെ കൂടെ കാണും. വഴി തെറ്റി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പണി പൊളിയായിരുന്നു. ഒന്നുമില്ല, നേരെ അതുവഴിയും പോകാം, തിരക്കായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് ട്രാഫിക്ക് പിടിക്കാതെ നേരെ മേളി ഫ്ലൈ ഓവർ വഴി വിട്ടങ്ങ് പോകാം. കണ്ടോ ലുലു കണ്ടോ, റൈറ്റ് സൈഡിൽ കണ്ടോ ലുലു, നെസ്റ്റോ ഉണ്ടോ, എല്ലാം അടുത്തടുത്തടുത്തായിരിക്കുന്നത് ഉണ്ടോ. ഡേ ടു ഡേ എല്ലാം ഉണ്ട് ഇവിടെ, എല്ലാം അടുത്തടുത്താണ്. നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മണ്ടയിൽ കൂടെ നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, എല്ലാം പറന്നാണ് വരുന്ന വണ്ടികൾ. അതാണ്ട് ആസ്റ്റർ, എൻ്റെ ആസ്റ്റർ ഹോസ്പിറ്റൽ. എത്ര രസം ഇതെല്ലാം കാണാനല്ലേ. നല്ല ഭംഗി. ഇങ്ങനെ സോഹാർ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാനായിട്ട്. പിന്നെ നല്ല ഭംഗിയാണ്. നമ്മുടെ അവിടുത്തെ ബുറേമേക്കാൾ കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടുതലുണ്ട്. കുറേ കൂടെ ഷോപ്സും കാര്യങ്ങളും. വലിയ സിറ്റിയാണ് സോഹാർ. ഈന്തപ്പഴത്തോട്ടാണ് കാണുന്നല്ലേ, റൈറ്റ് സൈഡിൽ കണ്ട കുറേ കാണാം. ഈന്തപ്പഴത്തിൻ്റെ ആകുന്നു. റോഡിലെല്ലാം സീസണല്ലേ, സീസൺ ആയതുകൊണ്ട് ഭയങ്കര ഇതായിരിക്കും, ഇപ്പം നല്ല ഇതായിരിക്കും. ഒരുപാട് മരങ്ങളുണ്ട് ഇങ്ങോട്ടൊക്കെ, നല്ലതായിട്ട് മരങ്ങളൊക്കെയാണ്. നല്ലൊരു പച്ചപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ അവരവരുടെ നാച്ചുറൽ ഇത് ഒത്തിരി മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. ഇത് ഏതായി ഇവിടെ നമ്മളിപ്പം ഇതിപ്പോൾ സോഹാർ അത് കഴിയാറായി, ഏകദേശം കഴിയാറായിക്കൊണ്ടിരിക്കുന്നു. സോഹാർ കഴിഞ്ഞ് ഇനി അടുത്ത ഇതാണ് വരുന്നത്, മറ്റേ കാബൂസ് റോഡാണ് തോന്നുന്നു. ഞാൻ ഓർക്കുന്നില്ല റോഡിൻ്റെ പേര്. വൃത്തിയായിട്ടാണ് ഈ റോഡുകൾ, എത്ര വൃത്തിയായിട്ടാണ്. നീ ഇവിടുത്തെ വരുന്ന റൗണ്ട് അബൌട്ടുകൾ നോക്കണം. നല്ല അടിപൊളി, നല്ല മുട്ടൻ റൗണ്ട് അബൌട്ടുകളാണ്. നല്ല രസമാണ് ഇവിടുത്തെ റൗണ്ട് അബൌട്ട് കാണാൻ. ഇതൊരു മോസ്ക് ഉണ്ടോ, ഈ നല്ല രസമുണ്ടല്ലേ. അത് നല്ലതായിട്ട് സൂം ചെയ്യും, നല്ലതായിട്ട് പിടിച്ചേ, നല്ല രസമുണ്ട് അത്. ഇവിടുത്തെ വൈകിട്ട് നല്ല രസമായിരിക്കും ഈ മോസ്കൊക്കെ കാണാനായിട്ട് അല്ലേ. മുസ്ലിം പള്ളി നല്ല അടിപൊളി പള്ളി അത്. ഇതൊക്കെ നല്ല വൈകിട്ടാകുമ്പോൾ നല്ല സീനറി ആയിരിക്കും കാണാനായിട്ട്. നല്ല രസമുണ്ടോ. സൈഡിലൊക്കെ നല്ല കണ്ട ചെടികളൊക്കെ നല്ലതായിട്ട് കട്ട് ചെയ്ത് നല്ല റിം ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിരുന്നുണ്ട്. റോഡുകൾ വളരെ വൃത്തിയും ഭയങ്കര മനോഹരം അല്ലേ. ഇതിപ്പം നമ്മൾ 2 ലൈൻ റോഡാണ് പോകുന്നത് കേട്ടോ. ഇതിപ്പം 2 ലൈൻ റോഡാണ്. അതുകൊണ്ടോ ആരോ കണ്ടോ, ലെഫ്റ്റിലോട്ട് തിരിയാനുള്ള ഇതും ഇടത്തോട്ട് പോകേണ്ടവർക്ക് ഇടത്തോട്ടും പോവാം. നമുക്ക് നേരെ സ്ട്രെയിറ്റാണ് പോകുന്നത്. ആരോ കാണുമ്പോൾ ഓർത്തോണം അത് ലെഫ്റ്റ് ആണ് എടുക്കാനുള്ള. അവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അതുകൊണ്ട് അടുത്ത റൗണ്ട് അബൌട്ട് എടുക്കാറേ. കണ്ടോ ഓരോ വര കണ്ടോ, എടുക്കുന്നത് 200 മീറ്ററായി. കണ്ടോ നമ്മളിപ്പോൾ നമുക്ക് നേരെ പോകേണ്ടത്. നമ്മൾ സെക്കൻഡ് എക്സിറ്റ് എടുക്കുക. കണ്ടോ റൈറ്റിലേക്ക് തിരിഞ്ഞ് വണ്ടിയൊന്നും നോക്കുന്നുണ്ടോ. കണ്ടോ ഇവിടുത്തെ ഇതുണ്ടോ, എന്നാ വലിയ റൗണ്ട് അബൌട്ടാണ്. കണ്ടോ കണ്ടോ സൈഡിൽ നിന്ന് വണ്ടി വരും. നമ്മൾ നോക്കിയിട്ട് നമ്മൾ കയറി അങ്ങ് പോകാം. നമുക്ക് നേരെ സ്ട്രെയിറ്റ് പോവാം. റൗണ്ട് അബൌട്ടിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഇവിടെ. കണ്ടോ മറ്റേ അവർ അതിനകത്തൂടെ കയറി അങ്ങ് പോയി. കണ്ടോ റൗണ്ട് അബൌട്ട് റൂളുണ്ട്. ആരാണോ ആദ്യമേ കയറുന്ന റൗണ്ട് അബൌട്ടിൽ അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അവർ കയറി. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് കയറണം. കയറുമ്പോൾ നമ്മൾ നോക്കണം മറ്റേ വണ്ടി വരുന്ന അവരെ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് കയറണം. ആ റൗണ്ട് അബൌട്ട് ഓടി വേണം. അതിൽ 2 ഇതുണ്ടല്ലോ. അപ്പം നമ്മൾ തേർഡ് എക്സിറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ആ റൗണ്ട് അബൌട്ടാണ് ചേർന്നുള്ളത്. റൗണ്ട് അബൌട്ട് ആണെങ്കിൽ നമ്മൾ ചേർന്ന് അപ്പുറത്തോടെ പോകുന്നു. റൈറ്റ് സൈഡിൽ കൂടെ പോയി നേരെ തിരിഞ്ഞിങ്ങി വരുന്നു. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നുണ്ട്. നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. നല്ല രസമുണ്ടോ, പൂക്കൾ കണ്ടോ, നല്ല അടിപൊളിയല്ലേ. നല്ല രസമുണ്ട്. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ല അടിപൊളി പൂക്കൾ ഉണ്ടോ. എത്ര ഭംഗിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഒത്തിരി രസമുണ്ട് കാണാൻ. ഇനി പൂക്കൾ കാണണ്ട നിർത്തിയത് കണ്ടോ, നല്ല രസമല്ലേ. നല്ല മനോഹരമായിട്ടുണ്ട്. ഇതെന്തുവാ ഇതിപ്പോൾ എവിടെയായി, നമ്മൾ സ്ഥലമൊന്നും നിൽക്കാത്തില്ല. എന്താ വണ്ടി അതങ്ങോട്ട് പോയി. സോഹാർ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. സ്ഥലമൊന്നും നടത്തില്ല. സ്ഥലമൊക്കെ കുറേ എവിടെയാണെന്ന് ആർക്കറിയാം. ഇനി ബോർഡ് നോക്കിയാൽ മതി. കഴിഞ്ഞ് ഇപ്പോഴും സോഹാർ ഫുള്ള് വിട്ട് പോയിട്ടില്ല. നമ്മൾ ആ സിറ്റി വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി അടുത്ത കയറാൻ പോകുന്നേ ഉള്ളൂ. കുറേ ഉണ്ട്, കുറേ കയറി. ഇവിടുന്ന് എന്തായിരുന്നു മറ്റേ ബാർക്ക അൽസുബൈക്ക് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം അരുണിനെ കാണാൻ പോയി. ഞാൻ അൽസുബൈക്ക് കഴിഞ്ഞ് ബർക്ക, അൽസീബ്, അൽഹീൽ അങ്ങനെ കുറേ കിടക്കുമല്ലേ സ്ഥലങ്ങൾ. ഞാൻ പറ്റിയ ആ സിജോനെ ഒന്ന് കണ്ടാൽ കൊള്ളണം. ഏതായാലും നോക്കട്ടെ. ഇവിടെ വല്ല പെട്രോൾ പമ്പിലാണ് കയറി. ഇവിടുന്ന് പോകാൻ പറ്റുമോ അറിയത്തില്ലല്ലോ. പെട്രോൾ പമ്പ് കാണുവാണെങ്കിൽ ഇടയ്ക്ക് നിർത്താമല്ലോ. അതുണ്ട് ആ റോഡിൻ്റെ സൈഡിൽ. എത്ര രസമുണ്ട് കാണാൻ.
നേരെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നല്ലേ, എപ്പോഴാണെന്ന് ചിലത് ആർക്കറിയാം. എങ്ങനെ കളിച്ചാലും നമ്മളത് നിർത്തി പോകുന്നുണ്ട്. ചിലപ്പോൾ 9 മണി 10 മണിയൊക്കെ ആവുമായിരിക്കും ചിലണേൽ. ഉണ്ടോ, ഇത് എക്സിറ്റ് എടുക്കുന്നുണ്ട്. മേളിൽ കൂടെ പാലം പോകുന്നുണ്ട്. ഇത് നമുക്ക് നേരെ യൂ ടേൺ അടിക്കണേ, ഇതിൻ്റെ അപ്പുറത്തൂടെ കയറി എക്സിറ്റ് അടിക്കാനുള്ള പാലമാണ് കണ്ടത്. നമുക്കിങ്ങനെ ഓരോ കാഴ്ചയൊക്കെ കണ്ട് ഒമാൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവാം. നിങ്ങളിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് കുഴപ്പമില്ല. അതായത് പിന്നെ നിങ്ങൾ വഴിയേ പോയിട്ടില്ലല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളി മന്തി ഉണ്ട്. ഇത് ഇവിടുത്തെ ഒമാൻ സ്പെഷ്യലാട്ടോ. ഇത് നമ്മുടെ നല്ല റൈസാണല്ലോ, വലിയ നീളമാണല്ലോ ഇതിൻ്റെ മണിക്കൊക്കെ. ലെറ്റ്യൂസിൻ്റെ എല്ലാം കൊള്ളാം. സെറ്റ് ജോമിനെയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് കഴിക്കാനായിട്ട്. നല്ല അടിപൊളിയുണ്ട് അല്ലേ മോളെ? നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല ചോറായിരുന്നു ഏറ്റവും വലിയ താരം. ഇത് തന്തൂരി ചിക്കൻ, പക്ഷെ ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ചോറിനായിരുന്നു. നോക്കാം എന്തായാലും കൂട്ടുകാരെ. ശരി, അപ്പം ഞങ്ങൾ കഴിച്ചും എല്ലാം പോവാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ സ്റ്റേ ട്യൂൺ.